ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 50 മിനിറ്റ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മളൊരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അല്ല, നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ. പിന്നെ നമ്മളൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ നമ്മുടെ മസാലകളുണ്ടല്ലോ ബിരിയാണിയുടെ, അതിട്ട് കൊടുക്കണം. അത് എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അപ്പോൾ വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. എന്നിട്ട് ഈ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം റൈസും കൂടെ വേവിക്കാനുള്ള വെള്ളമാണ്. അപ്പം ഞാൻ ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ എൻ്റെ റൈസ് ഇച്ചിരി വേവുള്ളതുകൊണ്ടാണ് ഞാൻ 3 ഗ്ലാസ് ഒഴിച്ചത് കേട്ടോ. നമ്മുടെ റൈസിൻ്റെ വേവ് അനുസരിച്ച് വെള്ളം കൂട്ടുകയൊക്കെ ചെയ്യാവേ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിതിൽ ചേർക്കാനിരുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ചേർക്കാൻ മറന്നുപോയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തുറക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ മതിയെ. കൂടുതൽ വിസിൽ വന്നാൽ നമ്മുടെ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതൊരൊറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിത് ഇനിയും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇതിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതേ നമ്മളൊരു വിസിലൊക്കെ അടിച്ചിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ അതേ ഒന്ന് ഇളക്കി നോക്കി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് വേവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിക്കനും റൈസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിലൊന്നും ചേർക്കാനില്ല. വേണമെങ്കിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതിൽ മസാലകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിനൊരുപാട് സ്പൈസ് ഒന്നും അല്ലല്ലോ, അപ്പോൾ എരിവൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ.